ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കുരുവട്ടൂരികളായ ആളുകൾ അവരുടെ ഒരു സ്ഥാപനത്തിൽ നടന്ന ഒരു വീഡിയോ, ഈ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പരന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധമായി സാധുക്കളായ ആളുകളുടെ ചില മനസ്സിൽ ചില സംശയങ്ങളുണ്ട്. അതെന്താണ്? ആ വീഡിയോയിൽ കാണുന്നത് കുരുവട്ടൂരികളായ ആളുകൾ അവരുടെ ആ കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട് കൈകൊട്ടിപ്പാട്ടും ഹാർമോണിയവും അങ്ങനെയുള്ള ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് കൈകൊട്ടി പാടുകയാണ്. ഇതിന്റെ മതവീക്ഷണം ഇത് ശരിയാണോ അല്ലേ എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ആ ഒരു വീഡിയോ, അവർ കാണിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പരന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇൻഷാ അല്ലാഹ് അതിലെ മസ്അലകൾ നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ 3 സംഗതികൾ ഇതിൽ പറയാനുണ്ട്. വീഡിയോയിൽ ഒന്ന് കൈകൊട്ടിപ്പാടലുണ്ട്, മറ്റൊന്ന് ഹാർമോണിയം ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഉള്ളത് ആട്ടവും ചാട്ടവുമാണ്. ഈ 3 മസലകളും നമ്മൾ പറയേണ്ടതുണ്ട്. കുരുവട്ടൂരികളായ ആളുകളെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ചൂഷണം ചെയ്യാൻ വേണ്ടി ഈ പാട്ട് തന്നെ പാടുന്നത് ഉലമായിനെയും ആലിമീങ്ങളെയും പരിഹസിച്ചുകൊണ്ടും സംഘടന സംവിധാനങ്ങളെ എതിർത്തുകൊണ്ടുമാണ്. ഏതായാലും ഇതിലെ ഒരു സംഗതി നമ്മൾ പറയാം, ബാക്കി എല്ലാ സംഗതികളും ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. കുരുവട്ടൂരികളായ ആളുകൾ നൗഷാദും കൂട്ടരും തെറ്റിദ്ധരിപ്പിക്കലുകൾ, ഇമാമികളെ കിതാബുകൾ അർത്ഥം വെക്കുന്നിടത്തും മനസ്സിലാക്കി തെറ്റിദ്ധരിപ്പിക്കലുകൾ കണ്ടമാനം നടന്നിട്ടുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കൈകൊട്ടിപ്പാടുക, കൈമുട്ടുക എന്നുള്ളത്. ഈ വീഡിയോയിൽ നമുക്ക് 3 കാര്യം പറയാനുണ്ട്. ഒന്ന് കൈകൊട്ടിപ്പാടുക എന്നുള്ളത്, പിന്നെ എന്നുള്ളത് ഹാർമോണിയം ഉപകരണം, ഈ സംഗീത ഉപകരണം, മ്യൂസിക്കിന്റെ ഉപകരണം, ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്, പിന്നെ ഉള്ളത് ആട്ടമാണ്, ചാട്ടമാണ്. ഇതിനെപ്പറ്റി ഈ 3 കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നുണ്ട്. നൗഷാദ് ഈ 3 കാടടക്കി വെടിവെച്ചുകൊണ്ട് ഇമാമിങ്ങളെ കിതാബുകൾ മനസ്സിലാക്കുന്നിടത്ത്, ഫിഖഹിന്റെ കിതാബുകളെ മനസ്സിലാക്കുന്നിടത്ത് അദ്ദേഹത്തിന് പിഴച്ച പിഴവും ഇൻഷാ അല്ലാഹ് നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. കാരണം ഫുഖഹായിനെയും ആലിമീങ്ങളെയും എതിർക്കലാണല്ലോ പണി. ഏതായാലും ഇതിലെ ആദ്യത്തെ ഒരു സംഗതി പറയാനുള്ളത് കൈകൊട്ടുക, കൈമുട്ടുക എന്നുള്ളതാണ്. കൈകൊട്ടലിനെ പറ്റി നമുക്ക് എന്ത് പറയാം, നമുക്ക് നോക്കാം. നമുക്കറിയാലോ, നമ്മളെല്ലാവരും ആലംബിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇമാം റംലി റളിയല്ലാഹു അൻഹു. ഈ മഹാന്മാരുടെ വീക്ഷണമാണ് നമ്മളെല്ലാവരും അവലംബിക്കാറുള്ളത്. ഏതായാലും ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയും അതുപോലെ തന്നെ റംലി ഇമാം ഇതിനെപ്പറ്റി എന്ത് പറയുന്നെന്ന് നോക്കാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നത് കൈകൊട്ടൽ കറാഹത്താണ് എന്നാണ്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ശറഹുൽ ഇർഷാദ് നോക്കിയാൽ കാണാൻ കഴിയും. എന്നാൽ റംലി ഇമാമിനോട് കൈകൊട്ടലിനെ പറ്റി ചോദിച്ചപ്പോ മഹാനവറിൽ പറയുന്നത് അത് ഹറാമാണ് എന്നാണ്. ഇത് ഇവരുടെ ഫത്താവയിലും കാണാൻ കഴിയും. ഏതായാലും ഈ 2 ഇമാമികളും വ്യക്തമായി പറയുന്നത് ഇത് ഒന്നിൽ ഹറാമാണ് എന്നൊരു പണ്ഡിതൻ പറയുമ്പോൾ മറ്റു പണ്ഡിതൻ പറയുന്നത് കറാഹത്താണ് എന്നാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സംഗതിയല്ല, ഒരു മത്ലൂബായ മുബാഹായ കാര്യമല്ല എന്നുള്ളത്. അധിക പണ്ഡിതന്മാർ ഇത്തിഫാക്കുള്ള സംഗതിയാണ്. എന്നാൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കറാഹത്ത് എന്ന് പറയുമ്പോൾ മറ്റുള്ള ചില പണ്ഡിതന്മാരും ഈ റംലി ഇമാം ഇത് ഹറാമാണ് എന്നാണ്. ഇതിന് ബുജൈരിമിയുടെ ഇമാറത്ത് ഞാൻ വായിക്കാം. യഹ്റുമു തസ്ഫീഖു ഖാരിജ സ്വലാത്തി ബി ഖസ്ദിൽ ലഅബ്, കളി എന്ന ഉദ്ദേശത്തോടു കൂടെ നിസ്കാരം അല്ലാത്ത സമയത്ത് കൈകൊട്ടൽ ഹറാമാണ്. എന്നാൽ വൈല്ല അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ കറാഹത്താണ് എന്ന് പറയുന്നു. ഇബ്നു ഹജർ അൽ കറാഹത്ത് മുത്തലക്കാൻ, എന്തായാലും കറാഹത്താണ് എന്നാണ് ഇബ്നു ഹജർ റളിയല്ലാഹുവിനെ പറ്റി പറയുന്നത്. വാൻ ഗൈരിഹി അൽ ഹിർമത, മറ്റുള്ള പണ്ഡിതന്മാരെ പറ്റി പറയുന്നത്, മറ്റുള്ള പണ്ഡിതന്മാർ ഈ കൈകൊട്ടലിനെ പറ്റി പറയുന്നത് ഹറാമാണ്. എന്തായാലും അതിൽ റംലി ഇമാമുണ്ട്, അല്ലാത്ത ചില പണ്ഡിതന്മാരുണ്ട്, അത് ഹറാമാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് വിശദീകരിക്കുകയാണ്, ഹറാമാണെന്ന് പറഞ്ഞത് എപ്പോഴാണ്? മഹലുൽ ഹിർമത്തി ഇല്ല മിക്കുല്ലി ഹാജത്തിൽ, ഒരു ആവശ്യവുമില്ലാതെ കൈകൊട്ടുമ്പോൾ അത് ഹറാമാണ്.
വൈല്ല ജാസ് തസ്ഫീഖു ഫി മജ്ലിസ് ദിക്ർ, ദിക്റിന്റെ മജ്ലിസിൽ ദിക്റിന്റെ ഉണർത്താൻ വേണ്ടി, അല്ലെങ്കിൽ അത് അവസാനിച്ചു എന്നുവോ അല്ലെങ്കിൽ നമ്മൾ ഇനി അടുത്ത ദിക്റിൽ കടക്കാൻ വേണ്ടി ഉണർത്താൻ വേണ്ടി കൈകൊട്ടൽ കറാഹ ജായിസാകും എന്നാണ് ബുജൈരി ഇമാം പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ആകത്തുക മനസ്സിലാക്കാൻ പറ്റുന്ന ചില ആവശ്യമുള്ള സമയങ്ങളിൽ കൈകൊട്ടൽ ഹലാലാണ്, ജായിസാണ്. അല്ലാത്ത സമയങ്ങളിൽ അത് ഹറാമോ കറാഹത്തോ വരും. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെയും റംലി ഇമാമിന്റെയും വീക്ഷണ വ്യത്യസ്ത പ്രകാരം. ഏതായാലും ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റി, ഇതൊരിക്കലും ഹലാലായ സംഗതിയല്ല എന്നുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട നമുക്കറിയാലോ എല്ലാവരും അവലംബിക്കുന്ന ഒരു കിതാബാണ് ഫത്താവൽ ഖുർദി, സുലൈമാൻ അൽ ഖുർദി. ഹിജ്റ 1194 വഫാത്ത്, ഹിജ്റ 1194 വഫാത്തായി. വലിയ പണ്ഡിതരാണ്, ഹറം ഷരീഫിൽ ദർസർത്തിയാണ്, വലിയ ആലിമാണ്. അവരോടൊരു ചോദ്യമുണ്ട്, ഈ കൈകൊട്ടിപ്പാടൽ അതുപോലെ തന്നെ റഖസ്, ആടല്, ചാടല് ഇതൊക്കെ പറ്റുമോ എന്ന വിഷയത്തിൽ മഹാനവർ ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് ഈ പറയുന്ന മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പറയും നമ്മൾ വരുന്നുണ്ട്. മഹാനവർ പറയുകയാണ് ഇങ്ങനെ പറ്റുമോ എന്ന ചോദ്യത്തിൽ പറയുന്നു എന്ത്, ദിക്റിന്റെ സമയത്ത് കൈകൊട്ടുക എന്നുള്ളത് റഖസ് അതൊക്കെ പറയുന്നുണ്ട്. ഈ കൈകൊട്ടുക എന്നുള്ളത് ഫലൈസ ബി മത്ലൂബിൻ, അത് മത്ലൂബായ സംഗതിയല്ല, കൂലി കിട്ടുന്ന സംഗതിയല്ല. നഅം മൻ ഗലബഹു ഹാലുഹു വ ഖറജ അൻ ഇഖ്തിയാരിഹി ഫലാ ലൗമ അലൈഹി. ഇനി ഏതെങ്കിലും ഒരാൾ ദിക്റിൽ ലയിച്ചു ചേർന്നുകൊണ്ട് അയാൾ ഇഖ്തിയാറിന്റെ അവസ്ഥ വിട്ടുകൊണ്ട് ചെല്ലിപ്പോയി കഴിഞ്ഞാൽ അത് ആക്ഷേപിക്കേണ്ട അവസ്ഥയുമല്ല. ഫലാ യംബഗി വ ഇല്ല, ഇനി അങ്ങനെ ഇഖ്തിയാറിന്റെ പരിധിയും വിട്ടിട്ടില്ല എങ്കിൽ, തക്ലീഫിന്റെ പരിധി വിട്ടുപോയിട്ടൊന്നുമില്ല എങ്കിൽ ഫലാ യംബഗി ഫീലുഹു, അത് ചെയ്യൽ അത്ര നല്ല കാര്യമല്ല, യോജിച്ചതല്ല. ലാസിയം ഹാലൽ ഖിറാഅത്തി വ ദിക്ർ, ദിക്റിന്റെയും ഹാലത്ത് ഖുർആന്റെ അവസ്ഥയിൽ വരെ പറ്റൂല എന്ന് പറയുന്നത്. ഇത് ദിക്റുമല്ല, ഒന്നുമല്ല. ചുരുക്കത്തിൽ ഈ വീഡിയോയിൽ നൗഷാദും കൂട്ടരും അല്ലെങ്കിൽ ആ കുരുവട്ടൂരും ടീമുകളും ചെയ്യുന്നത് തീർത്തും ശരീഅത്ത് വിരുദ്ധമാണ്. ഷാഫി മദ്ഹബ് പ്രകാരം അത് മത്ലൂബായ സംഗതിയല്ല, ഒന്നുകിൽ ഇത് കറാഹത്താണ് അല്ലെങ്കിൽ ഹറാമാണ്. ഇതിൽ ഒരു തർക്കവും ഇല്ല, ഒരു സംശയവും ഇല്ല, ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇതേ അഭിപ്രായം ബഹുമാനപ്പെട്ട ഖല്ലൂബി ഇമാം അവിടുത്തെ ഖല്ലൂബി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഇതിൽ ഹറാമാണ് എന്നാൽ കറാഹത്താണ് എന്ന അഭിപ്രായമാണ്, അല്ല ഈ കറാഹത്താണ് എന്ന അഭിപ്രായം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനും ഹറാമാണ് എന്ന് ഇമാം റംലിയും പറയുന്നു. ഷാഫി മദ്ഹബിൽ വലിയ രണ്ട് പണ്ഡിതന്മാരാണ്. ഇവർ ഒരാളും തന്നെ അത് മത്ലൂബായ സംഗതി എന്ന് പറഞ്ഞിട്ടില്ല. ആരും അത് പ്രോത്സാഹിപ്പിച്ചത് കാണാൻ കഴിയുന്നില്ല. അതെല്ലാം തെറ്റായ സംഗതിയാണ് എന്ന് പറയുമ്പോൾ കുറുവട്ടൂരികൾ ആളുകൾ ചെയ്യുന്ന എന്താണ്? അപ്പൊ വാസ്തവത്തിൽ ഇവർക്ക് ഇസ്ലാം അറിയില്ല, ശരീഅത്ത് അറിയില്ല, ഒന്നും അറിയില്ല. ഇനി നൗഷാദ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയില് ബഹുമാനപ്പെട്ട ഇസുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹുവിനെ പറ്റി ഉദ്ധരിക്കുന്നുണ്ട് ഹാവിൽ ഫത്താവയിൽ. ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി വരുന്ന വീഡിയോ നമ്മൾ പറയും. ഏതായാലും ഈ കൈകൊട്ടലിനെ പറ്റി ഇസുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു അവർ പറയുന്നുണ്ട്. അവർ പറയുന്നത് അതാണ്, വമൻ ഹാബലില്ലാഹി ഇദാ അദ്റക ശൈഅൻ മിൻ തഅലീമിഹി ലം യതസവ്വർ മിൻഹു റഖ്സുൻ വലാ തസ്ഫീഖ്. അല്ലാഹനെ പേടിക്കുന്ന ഒരാള്, അല്ലാഹനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നിയമത്തിനെ ബഹുമാനിക്കുന്ന ഒരാള്, അയാളെ ഒരു കൈകൊട്ടൽ ഉണ്ടാകാൻ പാടില്ല. വലാ യസ്ദുറു തസ്ഫീഖു വറഖ്സു ഇല്ലാ മിൻ ഗബിയ്യിൻ ജാഹിലിൻ. ഈ കൈകൊട്ടുക എന്നുള്ളത് ഗബിയായ, വളരെ വിഡ്ഢിയായ, വിവരമില്ലാത്ത ആളിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വലാ യസ്ദുറാനി മിൻ ആഖിലിൻ ഫാളിലിൻ, ഫാളിലായ ബുദ്ധിയുള്ള ഒരാളിൽ നിന്ന് ഈ കൈകൊട്ടലും റഖ്സും ഉണ്ടാകുന്നതല്ല. റഖ്സിനെ പറ്റി ഇൻഷാ അല്ലാഹ് വിശദമായി പറയുന്നുണ്ട്. റഖ്സ് ഇസ്ലാം അനുവദിച്ചതുണ്ട്, അനുവദിക്കാത്തതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമ്മൾ കുറുവട്ടൂരികൾക്ക് അതിന് മറുപടി പറയും. മാത്രവുമല്ല എന്നിട്ട് പറയുന്നു, വലഖദ് മല സലഫു വഫാദുൽ ഖലഫി ലം യുലാബിസു ശൈഅൻ മിൻ ദാലിക. ഒരാളും തന്നെ കൈകൊട്ടലുമായി ബന്ധപ്പെട്ടിട്ടില്ല മുൻകാലത്തുള്ള ആളുകൾ. വമൻ ഫഅല ദാലിക വയതഖദ അൻ ഗറള മിൻ അഗ്റാദി നഫ്സിഹി വലൈസ ബിഖുർബത്തിൻ ഇലാ റബ്ബിഹി ഫഇൻ കാന മിമ്മൻ യുഖ്തദാ ബിഹി വയുതഖദ അൻഹു മാ ഫഅല ഇല്ലാ ലികൗനിഹി ഖുർബതൻ ഫബിസ മാ സന. ഇങ്ങനെ ആരെങ്കിലും കൈകൊട്ടുമ്പോൾ അത് നല്ലതാണ്, ശൈഖ് ചെയ്യുന്നത് കണ്ടാൽ ഫമൻ വമൻ വഇൻ കാന മിമ്മൻ യുഖ്തദാ ബിഹി, നേതാക്കന്മാർ ചെയ്താൽ, കാരണം നമ്മൾ പിന്തുടരപ്പെടാവുന്ന ഒരാളിൽ നിന്ന് ഈ കൈകൊട്ടൽ ഉണ്ടായാൽ, വയുതഖദ അൻഹു മാ ഫഅല ഇല്ലാ ലികൗനിഹി ഖുർബതൻ, അയാൾ ചെയ്യുന്നത് അത് ഇബാദത്തായിട്ടോ ഒരു പുണ്യകർമ്മമായിട്ടോ ആണ് ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനമാണ് അയാൾ ചെയ്യുന്ന കാര്യം വളരെ മോശമാണ്. കാരണം ഈ ഇബാദത്ത് കൈകൊട്ടുക എന്നുള്ളത് ഒരു പുണ്യകർമ്മമാണ് തോന്നിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് തെറ്റാണ്. അത് വളരെ പൊട്ടത്തരമാണ്, വളരെ മോശമായ ഏർപ്പാടാണ്. ഇന്ന് ഇസുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നു.
എന്നിട്ട് നൗഷാദ് ഹാബിലിൽ ഫത്താവയിൽ കൊണ്ട് ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു അനുവദിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് വിശദീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലിപ്പിൽ നമ്മൾ പറയുന്നതാണ്, വളരെ കൃത്യമായി പറയുന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇവിടെ പറഞ്ഞപ്പോ ഏതാണ്, ഈ കൈകൊട്ടലിനെ പറ്റിയാണ്. കൈകൊട്ടൽ എന്നുള്ളത് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ഖറാഅത്താണ് എന്ന് ഉർദിമാം തന്നെ പറയുന്നുണ്ട്. വബിൽ ജുംലതി ഫമാ ദക്കറു സാഇൽ മുഖ്തലിഫിൻ ഫി തഹ്രീമിഹി, ഈ കൈകൊട്ടൽ ഹറാമാണോ അല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കണ്ട. നിസ്കാരം അല്ലാത്ത സമയത്ത്, കാരണം സ്ത്രീകൾ നിസ്കരിക്കുമ്പോ അവ ഇമാമായി ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാൽ ഉണർത്താൻ വേണ്ടി കൈകൊട്ടൽ ഹലാലാവുന്നുണ്ട് സ്ത്രീകൾക്ക് ചില സന്ദർഭങ്ങളിൽ. അതല്ലാത്ത നിസ്കാരത്തിന്റെ പുറത്ത് സ്ത്രീകളും അല്ലാത്ത ആളുകൾക്കും അത് ഏർപ്പാട് നല്ലതല്ല. അത് ഹറാമാണ് എന്നാണ് റംലി ഇമാം പറഞ്ഞത്. കറാഹത്താണ് എന്ന് റംലി ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നു, ശറഹുൽ ഇർശാദിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു ഇതത്ര നല്ല ഏർപ്പാടല്ല, നല്ല പരിപാടിയല്ല, പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല. ചുരുക്കത്തിൽ ഇമാമിങ്ങളെ കിതാബ് ഷാഫി മദ്ഹബിലെ എല്ലാ കിതാബ് നോക്കിയാലും നമുക്ക് ഒന്നുകിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കറാഹത്താന്ന് പറയുമ്പോ റംലി ഇമാം ഹറാമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പറയപ്പെട്ട പണ്ഡിതന്മാർക്കിടയിലും ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല, ഇത് മൻഹി അൻഹു ആണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. നൗഷാദിന് തിരിയോ എന്താ മൻഹി അൻഹുള്ളത്? മൻഹി അൻഹുവാണ്, അത് ഒരാൾ അഭിപ്രായമില്ല. പിന്നെ മൻഹി അൻഹുവായ കാര്യം അത് ഹറാമാണോ കറാഹത്താണോ എന്ന വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം ഉള്ളത്. മതൂബായ കാര്യമല്ല, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല, കൂലി കിട്ടുന്ന കാര്യമല്ല, അത് തെറ്റായ സംഗതിയാണ്. ഇനി ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മളെ പിന്തുടരപ്പെടുന്ന ആളുകളിൽ നിന്ന്, ഫോളോ ചെയ്യപ്പെടുന്ന ആളുകളിൽ നിന്ന് ഉണ്ടായതാണെങ്കിൽ അത് വളരെ മോശമായ ഏർപ്പാടാണ്. ബുദ്ധിയുള്ള ആളുകളിൽ ഉണ്ടാകാൻ പാടില്ല, തെറ്റാണ്. ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു. ഇനി ഇദ്ദേഹം പറയുന്ന ഹാർമോണിയം പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ റഖസ്, ആട്ടം, ചില ഇമാമിങ്ങൾ സൂഫിയാക്കന്മാർ അവരെ മദ്ഹിന്റെ മജ്ലിസുകളിൽ ഈ ആട്ടത്തെയും സൂഫി ഹാർമോണിയം പോലെയുള്ള കാര്യങ്ങളെയും ഉപയോഗിക്കുന്നതായിട്ട് നൗഷാദ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഒരു പൊട്ടതരം ഇസ്ലാമിക വിരുദ്ധമായ കാര്യം പറയുന്നുണ്ട്. നൗഷാദ് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ അതിന് മറുപടി ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നതാണ്. ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു കിതാബ് മനസ്സിലാക്കാൻ കഴിവില്ല, പേച്ചുപോയി. എന്താണ് പറഞ്ഞതിന് ആശയം എന്ന് നൗഷാദിനെ പേച്ചുപോയി. വളരെ കൃത്യമായി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമ്മളിത് പറയുന്നതാണ്. സംശയങ്ങൾ കമന്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.